ഇന്നത്തെ BUP അധ്യക്ഷനായിട്ട് ബ്രദർ ഷാനോജ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് PIPയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മധ്യമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ദൈവത്തിന് സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച സഭയോടും PIP കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയെ അറിയിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇതിൽ കാണുന്നത് പ്രാർത്ഥന. ബ്രദർ സഞ്ജു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ നന്ദി. കർത്താവേ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് കർത്താവിൻ്റെ പാതപീഠ കർത്താവ് ഒന്നും കൂടി വന്നു വരുവാൻ സഹായിച്ചത് നന്ദി സ്തോത്രം. കർത്താവ് ഈ സഭായോഗത്തിന് ശേഷം PIPയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്നതിന് സ്തോത്രം. ഇവിടെ വഹിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. പരിപാടിയിൽ അവതരിപ്പിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവധി മുതൽ അവസാനം വരെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തായി ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആശർ ഏബൽ ആൻഡ് പാർട്ടി. That is who you are. 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 Even when I don't see that you're working, even when I don't feel it, you're working. You never stop, you never stop working. You never stop, you never stop working. Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop, you never stop working. You never stop, you never stop working. Even when I don't feel it, you're working. Even when I don't feel it, you're working. You never stop, you never stop working. You never stop, you never stop working. You are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. Thank you. പ്രൈസ് ലോർഡ്. നല്ല പാട്ട് കേൾക്കേണ്ടതായി. അവർ പ്രാക്ടീസൊന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന് പാടിയതാണ്. ഒരു പ്രാവശ്യം കൂടി നിങ്ങളൊന്നുകൂടി അഭിനന്ദിക്കാം അവരെ. താങ്ക് യു. അടുത്തായിട്ട് റിപ്പോർട്ട് വായിക്കാനായിട്ട് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിനാകട്ടെ. 20/7/2025 നടന്ന PIP പ്രോഗ്രാം റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ സിജു പാവുണ്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ സുജിത്ത് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് ഫാമിലി സോങ് ബ്രദർ ജോയ്സൺ ഫാമിലി സോങ് മനോഹരമായി പാടിയതിനു ശേഷം കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹിന്ദി ഗാനം സിസ്റ്റർ അതുല്യ മനോജ് വളരെ മനോഹരമായി ആലപിച്ചതിന് ശേഷം സ്പെഷ്യൽ പ്രോഗ്രാം ബ്രദർ ജെഫിൻ അവതരിപ്പിക്കുകയും ബ്രദർ അബീൽ ജോയ്സൺ വിജയാവുകയും ചെയ്തു. തുടർന്ന് അനുഭവങ്ങൾ എന്ന പ്രോഗ്രാം സിസ്റ്റർ ഡെയ്സി കുര്യൻ തൻ്റെ അനുഭവം പങ്കുവച്ചതിന് ശേഷം പഴയ ഗാനം സിസ്റ്റർ മേരി തോമസ് മനോഹരമായി ആലപിക്കുകയും ചെയ്തു. തുടർന്ന് അധ്യക്ഷൻ ചില വാക്കുകൾ ദൈവജനത്തിൽ നിന്നും ആശംസയായി സന്ദേശം നൽകുകയും വിഷയങ്ങൾ അവതരിപ്പിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം നൽകിയ ശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. മനോഹരമായ റിപ്പോർട്ട് കേട്ടു. ഞാൻ അടുത്തായിട്ട് ഒരു പാട്ട് കേൾക്കാം. ബ്രദർ ജോയ്മോൻ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ
തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൻ മൺപോൽ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണ്ണെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. താങ്ക് യു. മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേൾക്കാനിടയായി. പ്രിയ ജോയ്മോനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഏഞ്ചൽ ആൻ്റണി ഒരു ചിന്താവിഷയം പങ്കുവയ്ക്കും. Praise Lord. Greetings to all in the matchless name of Jesus Christ, to the PYP coordinators, past uncles, my uncles, aunts, brothers, sisters, everyone. Praise the Lord. Thanks. Once again, I want to praise Lord for this small opportunity to share a small thought with you all. In the Sunday school students, with Sunday school students, I was able to see this Bible verse being said very commonly, that is, നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തമായി സന്തോഷിച്ചു. മത്തായി 2:10 കാണാൻ വെരി ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് ഇതിലുള്ള ഈ സന്തോഷം എന്ന് എൻ്റെ ഡെയിലി മെഡിറ്റേഷനിൽ ദൈവത്തോട് ചോദിക്കാനിടയായി. ആൻഡ് എനിക്ക് കുറച്ച് മനസ്സിലാക്കി ദൈവം തന്നത് ഞാൻ ഇവിടെ കുറച്ച് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സോ വി നോ, നമുക്കറിയാം 3 രാജാക്കന്മാർ ആ സമയത്ത് അറൗണ്ട് 7 BC, അറൗണ്ട് ദാറ്റ് ടൈം, ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പോലെ കോമ്പസ് ഓർ GPS അങ്ങനെയൊന്നുമില്ല. വെരി ലോ ടെക്നോളജിയാണ്. അപ്പോൾ അവർ ഒരു ജേർണി പോകുമ്പോൾ അവർ നോക്കുന്നത് ഈ
സ്റ്റാർസിൻ്റെ ഉള്ള പല ലൊക്കേഷൻ വെച്ചിട്ടാണ്. So there's lots of difficulties, there's lots of obstacles. Light pollution can disturb this, what they are doing, like ഇപ്പോൾ എന്തെങ്കിലും തീ കത്തുന്ന പുക അതൊക്കെ ഇങ്ങനെ അവിടെ ബാരിയറായിട്ട് നിൽക്കും. പിന്നെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പോൾ പല നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ തന്നെ ഇങ്ങനെ ചേഞ്ച് ആവും ഭൂമിയുടെ കറക്കം കാരണം. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസിൻ്റെ ഒക്കെ മധ്യത്തിൽ still they went on, and we can find what did this star do. ഇതൊരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആൻഡ് ദൈവത്തിൻ്റെ സൃഷ്ടിയായപ്പോൾ ഓഫ് കോഴ്സ് ദൈവത്തിലെ അടുക്കലേക്ക് വരുവാൻ അതിൻ്റെ ആ ചെറിയ ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷൈൻ ചെയ്തു, ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്തു. ഇറ്റ് വാസ് വെരി മച്ച് റിലയബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടീസിൻ്റെ മധ്യത്തിലും ഇറ്റ് സ്റ്റിൽ shown and did the responsibility that God gave. അതേപോലെ നമുക്കും പല സമയത്തും നമുക്ക് കർത്താവിനെ കുറിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ നമ്മൾ ദൈവത്തിനെ ടെസ്റ്റിഫൈ ചെയ്യുമ്പോൾ പല ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ഉണ്ടാവാം. നമുക്ക് അത് ഷൈൻ ചെയ്യാതിരിക്കാൻ, കർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ പല ഡിഫറെൻറ്റ് പ്രതികൂലങ്ങളും വരാം, ബാരിയേഴ്സ്. ബട്ട് അതിനൊക്കെ മധ്യത്തിലും നമുക്ക് ഈ വചനം പറഞ്ഞ പോലെ നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്രിസ്തയേശുവിലേക്ക് അടുക്കൽ വരുവാൻ ഒരു വഴിയായി. അപ്പം നമുക്കും ക്രിസ്തയേശുവിൻ്റെ സന്തോഷം നമുക്ക് ധരിക്കാം. ആൻഡ് നമുക്ക് മിഷണറി ആവാം ഇൻ അവർ ചെറിയ രീതിയിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ജോബ്സ് ഓർ ഇൻ അവർ എൻവയറമെൻറ്റ്സ്. ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരും എഡിഫൈ ആവട്ടെ എന്ന് വിചാരിച്ച് പ്രൈസ് ലോർഡ്. മനോഹരമായൊരു ചിന്ത നമുക്ക് കേൾക്കാനിടയായി. ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഇവിടെ ജനിച്ചു, 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പങ്കുവച്ച ഏഞ്ചൽ ആൻ്റണിക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു ആക്ഷൻ സോങ് കേൾക്കാം. എസ്തർ ആൻഡ് ഏദർ. വളരെ മനോഹരമായിരുന്നു. അടുത്തായിട്ട് നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. എഫ്രൈം. പ്രൈസ് ദി ലോർഡ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരി അവനുള്ളതാ, ഒരു മഴയും ഇരുന്നിട്ടില്ല.
ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. എൻ ജീവിതത്തിനു നന്നായി വരാനാ എൻ പേർക്കുദാതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കുദാതൻ ഒരുക്കുന്നതായി. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. വളരെ മനോഹരമായൊരു പാട്ട് പാടാൻ എഫ്രൈമിനെ ദൈവം സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സിസ്റ്റർ അദീന. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പഴയ PIPയിൽ ആക്റ്റീവായിരുന്ന കുറേ മെമ്പേഴ്സിന് ഇന്നിവിടെ കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ വെച്ച് എല്ലാവർക്കും ഓരോരോ പ്രോഗ്രാം ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അവരെല്ലാവരും വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാ കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞാൻ ഫാമിലി ആയിട്ട് കുറച്ച് പേരെ വിളിക്കാൻ കേട്ടോ. പോയിന്റ് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇങ്ങോട്ട് നീങ്ങിക്കോ, അല്ലെങ്കിൽ ഫാമിലി വേണം. നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ആളാണ് വേണോ? അന്ന് സ്റ്റാലിൻ ചേട്ടൻ ഞാനൊരു പാട്ട് പറഞ്ഞുതരും. ആ പാട്ട് ഭാര്യയ്ക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഭാര്യ പാട്ട് പറയണം. മനസ്സിലായോ? പ്രോഗ്രാം മനസ്സിലായോ? ഞാനൊരു പാട്ട് നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞുതരും. ആ പാട്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കുക. അത് ആ പാട്ട് ഏതാന്ന് ഇവർ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ആ പണ്ടത്തെ പാട്ട് പാടും ഞാൻ അതല്ല പാടും ഞാൻ മുഴുവൻ ഒരു 4 പേര് പഠിക്കുക പാട്ട്. പാട്. പാടും ഞാൻ ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. അടിപൊളിയായിട്ടാ, നന്നായി പാടി. അടുത്തത് പ്രാർത്ഥന കേൾക്കണമെന്നാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ.
ഇനി അധികം പറയണ്ട. വരുവിൻ ഈ നല്ല സമയം അല്ലേ? കറക്റ്റല്ലേ? വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. കണ്ണിൻ മണി പോ എന്നെ കരുതും. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഫസ്റ്റ് റൗണ്ട് 4 ടീമും വിജയിച്ചു. അപ്പോൾ അടുത്ത റൗണ്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ആരാ കിട്ടാൻ നോക്കണം നമുക്ക്. പ്രകളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൻ. തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാൻ സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടീമിനോട് പറയാം. കണ്ണുനീർ വീണ തൊപ്പിയെടുത്ത് പാടിക്കുക. 2 പേര് പാട്ട് പാടാൻ പറ്റുമോ? അറിയില്ല. അതാ പപ്പരയില് കൊടുക്കും. പപ്പ പാടി. കണ്ണുനീർ വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ുണ്ട്, തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന നായകനുണ്ട്. കണ്ണുനീർ മാറും വേദനകൾ. കണ്ണുനീർ മാറും. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. അതെ, ഇത് നല്ല മനസ്സിലായിരുന്നു. പക്ഷെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഇതാക്കി. ഞാൻ വിചാരിച്ചു ഒരു ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ 4 ടീമും വിജയിച്ചു കേട്ടോ. ഒപ്പത്തിനൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.
ഞാനൊരു വലിയ പണി പ്രതീക്ഷിച്ചാണ്. അത് സിമ്പിളായിരുന്നു. പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേക പ്രോഗ്രാം അവതരിപ്പിച്ച അദീനയോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. അബ്രഹാം മെർവിൻ. മനോഹരമായ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റി. അവന് സ്പെഷ്യലായിട്ട് 2 ലഡു കൊടുക്കും പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അടുത്തായിട്ട് ആശംസ സന്ദേശം അതെൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ദൈവകൃപയാൽ ഞങ്ങൾക്ക് വെക്കേഷനായി കടന്നു വരാൻ ദൈവം ഞങ്ങൾക്ക് ഒരു 2 മാസം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 50 ദിവസം പെട്ടെന്ന്, വളരെ പെട്ടെന്ന് റോക്കറ്റ് പോലെ കടന്നുപോയി. ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒത്തിരി യാത്രകളൊക്കെ ആയിരുന്നു. ദൈവം ഞങ്ങളുടെ യാത്രയെല്ലാം കൂടി ഇരുന്ന് സഹായിച്ചു. ഒരു ഈ PIP ഉള്ള ബന്ധത്തിൽ അടിയനും അവിടെ 1-2 കീ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. നിങ്ങളെ ഒരു പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് ഒരു ചെറിയൊരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ വാട്സാപ്പിലൊക്കെ വന്നിട്ടുള്ളൊരു കഥയാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ടൈം ഇരിക്കുന്നവർക്കൊക്കെ അത് ചിലപ്പോൾ അറിയാൻ കഴിയും. 2 കുട്ടികളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാതാവും പിതാവും 2 പേര് ഒരു പുറത്ത് വിദേശത്താണ് താമസിക്കുന്നത്. അവരെ ഇങ്ങനെ എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഒരു വിൻഡോ കൂടെ അപ്പുറത്ത് ഒരു ഭവനത്തിൽ കുറച്ച് തുണികൾ ഇങ്ങനെ തോരാനായിട്ട് ഇട്ടതായിട്ട് അവർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, അതെന്താ അവർ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് ഒത്തിരി അഴുക്ക് അതുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നത്, എന്താണ് അവർ തുണി കഴുകിയത് ശരിയാവാതാണോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആയിരിക്കും അവർ ക്ലീനാക്കി കഴുകിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം അവർ ഈവനിങ് സമയത്ത് ഇതേ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും ഇരുന്ന് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും ഇവിടെ ആ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും തുണികൾ ഉണക്കാനായിട്ട് ഇങ്ങനെ തോരിയിട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഭാര്യ പറഞ്ഞു, ഇന്നലെയും അവർ കഴുകിയപ്പോൾ ഒത്തിരി അഴുക്ക് അതുമേ ഉണ്ടായിരുന്നല്ലോ, ഇന്നും അതുമേ വീണ്ടും അഴുക്ക് വളരെയധികം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ശരി, അവർ കഴുകുന്നത് ശരിയാവാതെയാണ്, എന്താണെന്നറിയില്ല, അവരോട് ഒന്ന് കാണുമ്പോൾ പറയണം എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അവർ ആ വിഷയം അവിടെ നിർത്തി. അതുപോലെ തന്നെ വീണ്ടും വേറൊരു വീക്കെൻഡിൽ വീണ്ടും അവരിങ്ങനെ ഇതുപോലെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവർ വീണ്ടും ഇതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ വിൻഡോ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ എൻ്റെ വൈഫ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ഇന്നെന്താണെന്നറിയില്ല, അവർ കഴുകി തുണികളെല്ലാം വളരെ വെണ്മയോടെ നല്ല വെളുപ്പോടെ നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോ മൊത്തം പൊടി പിടിച്ചിരിക്കുകയായിരുന്നു, ഞാനത് ഇന്നലെ വൈകുന്നേരം നന്നായി തുടയ്ക്കുവാനായിട്ടിടെ, അതുകൊണ്ടാണ് അത് വളരെ ഭംഗിയായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നത്. അപ്പോഴാണ് ഭാര്യയ്ക്ക് കാര്യം പിടികിട്ടിയത്, നമ്മുടെ വീടിൻ്റെ അകത്ത് വൃത്തിയില്ലാതെ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചാരി കൊണ്ട്, മറ്റുള്ളവരെ നമ്മൾ വേറെ രീതിയിൽ കണ്ടുകൊണ്ട്, നമ്മൾ അവരെ ഒത്തിരി കുറ്റം ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ തലയിട്ടിട്ടൊക്കെ നിൽക്കും. നമ്മൾ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കഥയിലെ ഒരു മെയിൻ തത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ തന്നെ താരതമ്യം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാതെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസ്ഥകളെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിക്കുന്ന നല്ലൊരു PIP ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ
പ്രിയ സെക്രട്ടറിയെ ദൈവം ബലപ്പെടുത്തുമെന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച സെക്രട്ടറിയോടും സഭയോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മൾ സഹായിക്കുമാറാകട്ടെ. അടുത്തായിട്ട് പ്രാർത്ഥിക്കുക, ആശീർവാദം പറയാനായിട്ട് പ്രിയ പാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവരും പ്രോത്സാഹന സമ്മാനം വാങ്ങാൻ എല്ലാവരും വേഗത്തിൽ മുന്നോട്ട് വരിക. പാസ്റ്റർ അത് വിതരണം ചെയ്യും. ഇന്നത്തെ PAPയിൽ കൂടുതലും സംഗീതമായിരുന്നു, പാട്ടുകളൊക്കെ ആയിരുന്നു. വളരെ മനോഹരമായിരുന്നു. സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ നമുക്ക് കണ്ടല്ലോ. പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മുടെ പഴയ PYP താരങ്ങളെയൊക്കെ നമുക്കൊന്ന് കാണാനും അവരെ മുന്നിലേക്ക് വിളിക്കാനും ഒക്കെ നടത്തിയ അധീന വളരെ പ്ലാൻ ചെയ്തൊരുക്കിയ പ്രോഗ്രാം പെട്ടെന്നായിരുന്നെങ്കിലും നന്നായിരുന്നു. ദൈവം സഹായിക്കട്ടെ. അധ്യക്ഷനായിരുന്ന ഷനോജ് ഖത്തറിലെ അവിടുത്തെ IPC ചർച്ചിലെ PYPയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ PYPക്കാർ ഇതറിഞ്ഞപ്പോൾ ഞാൻ PYPക്കാരോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഫാമിലി സെമിനാറൊക്കെ വരിക, അപ്പോൾ ഷനോജിൻ്റെ വക കാര്യമായ ഒരു സ്പോൺസറിങ് അതിലുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെ ഷനോജ് കാര്യമൊക്കെ അതിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിശ്വാസികൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ കൂടി വന്ന നിമിഷം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. PYP മീറ്റിംഗ് സഭായോഗാനന്തരം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. ഇതിൻ്റെ അധ്യക്ഷത വഹിപ്പാൻ നിൻ്റെ മകനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. ഓരോ പ്രോഗ്രാംസ് നിർവഹിച്ച എല്ലാവരും ഓർക്കുന്നു. എല്ലാവരും പേരുപേരായി അനുഗ്രഹിക്കണമേ. ആരാധന കഴിഞ്ഞ് മടങ്ങിയവരുണ്ട്. ആമേൻ. ഓൺലൈനിൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കായും ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ മാനിച്ച് അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. PYPയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അങ്ങ് അനുവദിച്ചാൽ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കേണ്ട ഫാമിലി സെമിനാറിനായി സ്തോത്രം. ഈ ആഴ്ച നടക്കേണ്ട സഭാ കൂടിവരവുകൾക്കായി സ്തോത്രം. എല്ലാറ്റിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോട് പിരിയട്ടെ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃപരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഓൺലൈൻ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങിവരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകലിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.